ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനിയോട് സൂര്യ പറയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ രഞ്ജിത്ത് ഇത്ര നല്ലവനാണെന്ന് നീ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് അവൻ ഇത്ര നല്ലവനാവുന്നത്, അതെങ്ങനെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ചോദ്യങ്ങളായി കേട്ടോ. വലിയും കുടിയും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞു, പക്ഷേ വലിയും കുടിയും ഇല്ലാത്തവൻ എന്നൊക്കെ അങ്ങനെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ നിൽക്കാൻ തനിക്ക് കഴിയില്ല കേട്ടോ. പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ നോക്കുകയാണ് നന്ദിനി പറയണേ, അയ്യോ സൂര്യ സാർ, ഞാനൊരു കാര്യം മറന്നുപോയി. സൂര്യ സാറിന് ഭക്ഷണം ടേബിളിൽ എടുത്തു വെക്കാൻ മറന്നുപോയി. അതുമാത്രമല്ല, സൂര്യ സാറ് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കിയെന്ന് പറയാനാണ്. എനിക്കിപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യത്തിലല്ല ഞാനിപ്പോൾ. എന്തായാലും നീ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കാതിരിക്കില്ല. അതൊരു ഹോട്ട് ബാഗിലേക്ക് എടുത്തു വെച്ചോളൂ, അത് ഞാൻ എടുത്ത് കഴിച്ചോളാം. പിന്നെ നീ എന്തായാലും ഇതിന് മറുപടി പറയാമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണം, എനിക്ക് കിച്ചണിൽ ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോട്ടെ, ഞാൻ ഇതിനൊരു മറുപടിയും പറയുന്നില്ല എന്ന് പറയാം കേട്ടോ. ആ സമയം സൂര്യ പറയണ, എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നിൻ്റെ സ്വഭാവം. പിന്നെ ഒന്നവിടെ നിന്നെ, അതെ നീ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്താ എന്താ സൂര്യ സാർ? അതെ, അവളുണ്ടല്ലോ ഹരിത, അവളുടെ പെട്ടി നേരത്തെ നീ എടുത്തല്ലോ, അതുപോലെ ഇനി അവളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നീ എടുത്തു കൊടുക്കാനോ അവളുടെ വേലക്കാരി ചമയാനോ നീ നിന്നിട്ടുണ്ടെങ്കിൽ ഈ സൂര്യ ആരാണെന്ന് നീ അറിയും. അയ്യോ സാറേ, ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോവുകയാണ് കേട്ടോ. ഇതേ സമയം ഇവരിങ്ങനെ പിറ്റേ ദിവസം ഒരു രാവിലെ ആവുന്ന രംഗമാണ് കാണിക്കുന്നത്. അതായത് ഇവരെല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അതായത് പത്മയുടെ ആങ്ങള, ഭാര്യ, 2 മക്കൾ, അതുപോലെ ഇന്ദ്രജ, ഭേദ, എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയം സൂര്യ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ സൂര്യ ഇവരെ കാണുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ പത്മയുടെ ആങ്ങള പറയുകയാണ്, ഉദയം അവിടെ നിന്നേ, ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പോൾ എന്താ അങ്കിൾ? അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം നീ പറയുന്നത് കാര്യമാണ്. ഇന്നലെ ഞങ്ങൾ വന്നപാടെ വേദയെ കല്യാണം ചോദിച്ചു, കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു എന്ന മട്ടിലാണ് ഞങ്ങളുടെ സംസാരം ഉണ്ടായത്. ശരി, അത് നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത്രയും നാളെ UK കൊണ്ട് തന്നെ 20 വർഷം ഞങ്ങൾ തമ്മിൽ എന്താണെന്നുള്ള ഒരിക്കലും നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, നമുക്കൊരു 3 മാസം ഞാൻ എന്തായാലും ഇവിടെ നിൽക്കും. ആ സമയം ഇവർ രണ്ടാളും നല്ലോണം മനസ്സിലാക്കട്ടെ. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇവർ മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. 2 പേർക്കും ഈ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുമെന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്ന സൂര്യ പറയണേ, ശരി അങ്കിൾ ഇപ്പോൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരിഭാവമുണ്ട് കേട്ടോ. അവൻ നല്ലവനായി ചമയുക തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഇത് പറഞ്ഞ ഉടൻ തന്നെ പത്മവും ആശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ തമ്മിൽ മനസ്സറിഞ്ഞ് തന്നെ കല്യാണം കഴിക്കട്ടെ എന്നിങ്ങനെ സൂര്യ പറയാണ്. കാര്യം എൻ്റെ പെങ്ങളാണ് ഇവളെൻ്റെ അമ്മയെ, ഒരു അമ്മയ്ക്ക് ദോഷം വരുന്ന പ്രവൃത്തിക്ക് കൂട്ടുനിന്നവളാണ്. പക്ഷേ എനിക്കങ്ങനെ കഴിയില്ല. എനിക്കെൻ്റെ അനിയത്തി തന്നെയാണ്. അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് സൂര്യ പോവുകയാണ്. പിന്നീട് പത്മ പറയണേ, ഇവൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് പത്മ തൻ്റെ ആങ്ങളയോട് പറയാണ്. ഈ സമയം നന്ദിനി രാജുവിൽ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ഇന്ദ്രജ. അതെ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇല്ലല്ലോ എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടൻ തന്നെ, എത്ര നേരമായി, അവരെല്ലാം വിശന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത്, പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. രാജു പറയാണ്, മാഡം ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കാഞ്ഞിട്ടല്ലല്ലോ, ഓരോ ഭക്ഷണത്തിനും അതിൻ്റേതായ ഒരു സമയം വേണ്ടേ, ഉണ്ടാക്കി വരാനുള്ള ആ സമയം ചോദിക്കുന്നുള്ളൂ എന്ന് പറയണേ. അതേസമയം ഉടൻ തന്നെ ഇന്ദ്രജ പറയണേ, എന്ത് തന്നെ ആയാലും ഒരു ഗസ്റ്റാണ്, ആ ഗസ്റ്റിൻ്റെ രീതിയിൽ സ്വീകരിക്കണം. അപ്പോൾ നന്ദിനി പറയണ, ഒരു 10 നിമിഷത്തിനുള്ളിൽ എല്ലാം ആവുമെന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം ഈ വാക്കുകൾ കേട്ടോടെ തന്നെ ഉടൻ തന്നെ രാജു പറയണേ, എന്നാൽ ഒരു പണി ചെയ്യാം, കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം, അതിപ്പോൾ തൽക്കാലം കഴിക്കാൻ കൊടുത്താൽ മതി എന്ന് പറയണേ. ആ സമയം ഇന്ദ്രജ പറയണേ, എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ എന്ന് പറയണേ. ഈ സമയം ഗംഗയാണെങ്കിലോ ആ ക്യാമറയിലൂടെ അവിടെ എന്ത് നടക്കുന്നതെന്നിങ്ങനെ നോക്കണം. അപ്പം അവിടെ നടക്കുന്ന കിച്ചണിലെ രംഗമാണ് ഗംഗയ്ക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഗംഗ ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ഏട്ടൻ തനിക്ക് ചായ ഇട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയാം, ഏട്ടാ വായോ, പത്മയുടെ വീട്ടിലെ രഹസ്യമാണ് ഈ കാണുന്നത്, വാ ഏട്ടൻ ക്യാമറ കണ്ണിലൂടെ നോക്കുകയെന്ന് പറയണേ. നീ നോക്കിക്കൂടി, ഞാനങ്ങ് വരാമെന്ന് പറയണേ. അപ്പോഴാണ് കേട്ടോ അവിടെ ഇന്ദ്രജ വന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഗംഗയ്ക്ക് ആശ്വാസമാവാണ്. അങ്ങനെ രാജു പോയി ഈ ആപ്പിൾ എടുത്ത് ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ്. അപ്പോഴേക്കും ഉടൻ തന്നെ ഗംഗ വിളിക്കുകയാണ്,
ദേ ഏട്ടാ ഒന്നൊന്ന് വന്ന് നോക്ക്, ആ ആപ്പിള് ഞാൻ കൊണ്ടുപോയ ആപ്പിള് അത് ഇതാ ടേബിളിൽ വെച്ചിരിക്കുന്നു. ഇനി പത്മയുടെ വീട്ടിൽ ആരെല്ലാം മരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരാളുടെ മരണം ആഗ്രഹിച്ച് ഞാൻ ഇപ്പോൾ എത്ര പേരുടെ മരണം കാണാനാണ് പോകുന്നതെന്നിങ്ങനെ പറയാണ്. അപ്പോൾ സ്വന്തം ഏട്ടൻ പറയണം, ആഹാ നല്ല കാഴ്ച, എന്ത് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ആപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന രംഗമാണ്. പിന്നീട് അത് ടേബിളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് വെച്ച് രാജു അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് പണിയാണ് കാണിച്ചത്, അത് അവിടെ തന്നെ വെക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ആരാ അത് കഴിക്കുന്നതെന്ന്. അപ്പോൾ ഉടൻ തന്നെ ഗംഗ പറയാണ്, ഏട്ടൻ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം, ഒരു ക്യാമറയാണ് അവരുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത്, അല്ലാതെ മൊത്തത്തിൽ നമ്മൾ ക്യാമറ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാണുന്നത് കാണാം, പിന്നെ ന്യൂസ് എന്തായാലും എത്താതിരിക്കില്ല, അവരുടെ വീട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാൽ. എന്നാലും എൻ്റെ ഗംഗയെ, കാരണം ഇത്രയും പേര് ആ ആപ്പിൾ കഴിക്കുമ്പോൾ അതിൽ ആരൊക്കെ കഴിച്ചില്ല എന്നുള്ള അറിയാനും കൂടി ആയിരുന്നു. അപ്പോൾ അത് കേട്ടോടെ തന്നെ ഗംഗ പറയാം, ആര് കഴിച്ചാലും നമ്മുടെ ലക്ഷ്യം എന്താ, പത്മയുടെ വീട്ടിൽ ഒരാളും മരിക്കുക, അത്രയല്ലേ ഉള്ളൂ ഏട്ടൻ്റെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ആ ലക്ഷ്യം നിറവേറുമെന്ന് പറയാണ്. അങ്ങനെ ഈ ആപ്പിളുമായി അങ്ങോട്ടേക്ക് പോവുകയാണ് രാജു പോകുമ്പോൾ ഇവരെല്ലാവരും ഒന്നടക്കം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹരിത ചോദിക്കുക, എന്താടോ താനീ കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ രാജു പറയണത് ആപ്പിളാണെന്ന് എനിക്കും അറിയാം, താൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇവരെല്ലാവരും നിന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ രാജു പറയാണ്, മാഡം ഇത് കഴിക്കാനാണ്. അതെ, ഈ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് താൻ ഈ ആപ്പിൾ കൊണ്ടുവന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആര് കഴിക്കും? അത് മാഡം 10 നിമിഷം വേണം ഭക്ഷണം ഉണ്ടാക്കാൻ, അപ്പോഴേക്കും അതാവത്തുള്ളൂ. അപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവന്നതാണ്, വേണമെങ്കിൽ കഴിച്ചോളൂ. ഉടനെ തന്നെ പത്മ പറയാണ്, ഹരിതേ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോഴേക്കും നിനക്ക് വിശപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് ആപ്പിൾ എടുത്ത് കഴിച്ചോ എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതയാണെങ്കിൽ അതിൽ നിന്ന് ആപ്പിൾ എടുക്കുക. ആ സമയം സൂര്യ അങ്ങോട്ടേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. സൂര്യ എന്തൊക്കെ പേപ്പറുകൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് സൂര്യ പോകുന്നത്. ആ സമയം രാജുവിൻ്റെ കയ്യിൽ ഈ ആപ്പിൾ കാണുമ്പോൾ സൂര്യ ഉടൻ തന്നെ ആ ആപ്പിൾ എടുക്കുകയാണ് കേട്ടോ അതിൽ നിന്ന്. ഇതേ സമയം ഹരിതയാണെങ്കിൽ വായിലോട്ട് വെക്കാൻ നോക്കുന്ന ആ ഒരു നിമിഷമായിരിക്കും. അങ്ങനെ സൂര്യ അതിൽ നിന്ന് ആപ്പിൾ എടുത്ത് പോയിട്ട് തന്നെ ഹരിത ആ ആപ്പിൾ ആ പാത്രത്തിലോട്ട് ഒരൊറ്റ ഏറാം. അത് കാണുന്നതിനോട് കൂടിയിട്ട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ കുട്ടി ആ ആപ്പിൾ ആ പാത്രത്തിൽ തന്നെ ഇട്ടത്? ഇന്നലെ താൻ ജ്യൂസ് നന്ദിനി കൊണ്ടുവന്നപ്പോൾ അതെനിക്ക് കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഇനി രാജുവിൻ്റെ കയ്യിൽ നിന്നും നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലേ എന്ന് യതീന്ദ്രൻ ചോദിക്കണം. അപ്പോൾ ഉടൻ തന്നെ അതെ, കഴിക്കുന്ന ഭക്ഷണം അത് തരുന്ന ആളുകൾക്കല്ല പ്രാധാന്യം, തരുന്ന ആളേക്കാൾ കൂടുതൽ ഞാൻ കുറച്ച് എൻ്റേതായ ഒരു തീരുമാനമുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ളവരുടെ തൊട്ട ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ അത് കേട്ട് സൂര്യ എന്താ ഇവള് പറയുന്നത് എന്നുള്ള ലെവലിൽ സൂര്യ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കാം മനസ്സിലായില്ല. അപ്പോഴേക്കും ഇന്ദ്രച്ച് ചോദിക്കാം മനസ്സിലായില്ല, രാജുവിൻ്റെ കയ്യിൽ നിന്നും ഹരിതനെയും ഭക്ഷണം വാങ്ങില്ലേ? അങ്ങനെയല്ല, വേലക്കാരൻ തന്നെയാണ്. പക്ഷേ ഈ വീട്ടിലെ വേറൊരു വേലക്കാരനും കൂടി ഇതിൽ നിന്നും ഭക്ഷണം എടുത്തു. ഇവിടെ തന്നെ യതീന്ദ്രൻ ചോദിക്കുകയാണ്, വേറൊരു വേലക്കാരൻ ഈ ആപ്പിളിൽ നിന്ന് ആരാ തൊട്ടത്? അതെ, നേരത്തെ ഇവിടെ ആരാണ് ആപ്പിൾ എടുത്തത്? ഞാൻ എടുത്തതിന് ശേഷം സാറൊന്ന് അങ്കിളൊന്ന് ആലോചിച്ച് നോക്ക്. അത് കേൾക്കുന്ന യതീന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കണം. അതെ, വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. താൻ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയുന്നത്. അവൻ ഇവിടുത്തെ വേലക്കാരനല്ല, എൻ്റെ മകനാണ്. അപ്പോഴേക്കും സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പറയാണ് ഹരിത, അങ്കിളുടെ മകനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന ഒരു മകനല്ല അവൻ. കാരണം ഈ വീട്ടിലെ വേലക്കാരിയെ കല്യാണം കഴിച്ച് അവർക്കൊപ്പം താഴ്ന്നു നിൽക്കുന്ന ആളാണ് ഈ നിൽക്കുന്ന സൂര്യ. അപ്പോൾ സൂര്യ തൊട്ട ഭക്ഷണം എനിക്ക് തൊടാൻ പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കുന്ന പത്മക്ക് സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും യതീന്ദ്രൻ ദേഷ്യം പിടിക്കണം, വാൽ തോന്നിയത് വിളിച്ച് പറയുന്നു. അപ്പോഴേക്കും ഹരിതയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിർത്ത് എന്ന് പറഞ്ഞു. ഇല്ല ഡാഡി, പറയാനുള്ളത് ആരുടെ മുഖത്തായാലും ഞാൻ നോക്കി പറയും, അതെൻ്റെ ശീലമാണ്. അപ്പോഴേക്കും സൂര്യ പറയണേ, അതെ ഇത് എൻ്റെ വീടാണ് മഹാറാണി, നീ അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നീ ഇവിടെ ഗസ്റ്റായിട്ട് വന്നത്, ഞാൻ ഈ വീട്ടിൽ എൻ്റെ വീടാണെന്ന് പറയണത്. സംഭവം സൂര്യയുടെ വീട് തന്നെ ആയിരിക്കും, പക്ഷേ ഞങ്ങളുടെ അന്തസ്സിന് ചേർന്നൊരു ബന്ധമല്ല സൂര്യ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു വേലക്കാരിയാണ്. അങ്ങനെയുള്ള വേലക്കാരിയെ കല്യാണം കഴിച്ച സൂര്യയും അതേ തട്ടിലോട്ട് മാറും, അത് മനസ്സിലാക്കണം. ഓഹോ അങ്ങനെയാണോ? അതെ അങ്ങനെയാണ്. എന്നാൽ എൻ്റെ മഹാറാണി, നീ ഒരു ഗസ്റ്റായിട്ട് ഈ വീട്ടിൽ വന്നിരിക്കുകയാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നീ വീട്ടുകാരിയല്ല, അതുകൊണ്ട് ഗസ്റ്റിനെ ഞാൻ ഗോസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള, അതായത് ഗസ്റ്റ് ഗോസ്റ്റ് ആവുന്ന രീതിയിലുള്ള പ്രവൃത്തി എന്നോട് പ്രവർത്തിച്ചാൽ ഈ സൂര്യ ഗോസ്റ്റായി മാറും. അത് നീ ഇന്നേവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് സൂര്യ. ഇത് കേൾക്കുന്ന ഹരിതക്ക് ദേഷ്യം പിടിക്കാണ്. അപ്പോൾ ഉടനെ തന്നെ ഹരിത പറയണേ, അങ്കിളിൻ്റെ മകൻ എന്നെ ഗോസ്റ്റ് എന്ന് വിളിച്ചത് കേട്ടില്ലേ? അപ്പോഴേക്കും
ഇവിടെ ഇപ്പുറത്തിരുന്നിട്ട് വിജയ് പറയുന്നുണ്ട്, ഗോസ്റ്റ് ഫിലിമിലൊക്കെ കാണുന്ന ആളല്ലേ, ഗോസ്റ്റ് എങ്ങനെ ഇവിടെ വരൂ, ഗോസ്റ്റ് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു രസമാണല്ലോ, ഹരിതയെ ഗോസ്റ്റ് ആയിട്ടും തോന്നാറുണ്ട്. അപ്പോഴേക്കും ഇന്ദ്രജ് പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അവൾ ആകെ കലിപ്പിലാണെന്ന് പറയാണ്. അപ്പോഴാണ് കേട്ടോ യതീന്ദ്രനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, നീ അങ്ങോട്ട് എൻ്റെ മകനെ വിളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതിന് എനിക്കൊരു മറുപടിയും പറയാനില്ല. അങ്കിൾ ഒരു മറുപടിയും പറയില്ലേ? ഇല്ല, പറയത്തില്ല, എന്നാൽ ഞാൻ തന്നെ ഇതങ്ങ് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി സൂര്യയുടെ മുന്നിലോട്ട് ഇനി ഹരിത വരികയാണ് കേട്ടോ. അങ്ങനെ ഇനി കണക്കിന് കിട്ടുന്ന ആ ഒരു എപ്പിസോഡ് തന്നെയാണ് ഹരിതയ്ക്ക്. അതായത് സൂര്യ ആരാണെന്ന് ഇനി ഹരിത അറിയുമ്പോൾ പത്മക്കാണെങ്കിലോ തനിക്ക് തുല്യമായ ഒരു പെണ്ണ് തൻ്റെ ഒപ്പം വരുമ്പോൾ പറയാനില്ല കേട്ടോ.